ജീൻസ് അഥവാ ഡെനിം പാൻസ് കോട്ടൺ ഫാബ്രിക്കിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഏതാനും ലേസർ മെഷീനുകൾ ഉപയോഗിച്ചാണ് ഈ ഫാബ്രിക് തയ്യാറാക്കിയെടുക്കുന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോട്ടൺ ജീൻസായി മാറ്റിയെടുക്കുന്നത് ഒരു നീണ്ട പ്രക്രിയയിലൂടെയാണ്. ഇന്ന് നമുക്ക് ജീൻസ് നിർമ്മിക്കുന്നതിലെ വിവിധ ഘട്ടങ്ങൾ കാണാം. കാലിഫോർണിയ ഗോൾഡ് റഷ് കഴിഞ്ഞ ഉടൻ ലൈഫ് സ്ട്രോങ് എന്നയാളാണ് ഖനി തൊഴിലാളികൾക്കായി കോപ്പർ റെബിറ്റുകളുള്ള ജീൻസ് ആദ്യമായി നിർമ്മിക്കാൻ തുടങ്ങിയത്. വില കുറഞ്ഞ ഒരു സാധാരണ വർക്ക് വെയർ ആയിരുന്ന ജീൻസ് ഇന്ന് ഒരു ആഡംബര വസ്ത്രമായി മാറിയിരിക്കുന്നു. ഇത് ഒരു വിജയമായിരുന്നെന്ന് പറയുന്നത് അതിനെ നിസ്സാരമായി കാണുന്നത് പോലെയാണ്. വർഷം തോറും അമേരിക്കയിൽ മാത്രം 150 മില്യൺ ജീൻസ് വിൽക്കുന്നുണ്ടെന്നും ലോക ഡെനിം വിപണിയുടെ മൂല്യം ഏകദേശം $40 ബില്യൺ വരുമെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജീൻസ് ഉണ്ടാക്കുന്നതിന് ഡെനിം എന്ന വളരെ ബലമുള്ള പരുത്തിയാണ് ഉപയോഗിക്കുന്നത്. പരുത്തിയുടെ വിത്ത് പാകി വിളവെടുക്കാൻ പാകമായ ഒരു ചെടിയായി വളരാൻ ഏകദേശം 5 മാസം എടുക്കും. മെക്സിക്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിൽ ഒന്നാണ് പരുത്തി. കോട്ടൺ പിക്കർ എന്ന് വിളിക്കുന്ന ഹാർവെസ്റ്റർ മെഷീൻ പരുത്തി ചെടിയുടെ കായയിൽ നിന്ന് വെറും 5 മിനിറ്റിനുള്ളിൽ വിത്ത് വേർതിരിക്കുന്നു. ഈ ഹാർവെസ്റ്റർ മെഷീനിന് ഒരു മനുഷ്യൻ ഒരു ദിവസം എടുക്കുന്നത്ര പരുത്തി എടുക്കാൻ കഴിയും. മെഷീൻ അസംസ്കൃത പരുത്തിയെ ബെയിൽ എന്ന് വിളിക്കുന്ന ഒരു വലിയ റെക്ടാങ്കുലർ ബ്ലോക്കായി മാറ്റുന്നു. മുഴുവൻ പരുത്തിയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാകത്തിൽ ഇത്തരം വലിയ ബേലുകളായി മാറ്റുന്നു. ഓരോ ടൺ വിളയിലും 500 കിലോ വിത്തുകൾ, ചെടിയുടെ ഇലകളും മറ്റു ഭാഗങ്ങളുമായി 100 കിലോഗ്രാം, 400 കിലോഗ്രാം പരുത്തി നൂൽ എന്ന കണക്കിൽ അടങ്ങിയിരിക്കും. പരുത്തി പ്രോസസിംഗ് പ്ലാന്റിൽ എത്തിക്കഴിഞ്ഞാൽ വിത്തുകളും കമ്പുകളും മറ്റ് ഭാഗങ്ങളും നീക്കം ചെയ്യുന്നു. ട്രക്ക് പാക്ക് ചെയ്ത പരുത്തി ബേലുകൾ ഫീഡറിലേക്ക് വെക്കുകയും അതിൽ നിന്ന് ഡോസറിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. പരുത്തി ഉണക്കുകയും അനാവശ്യമായ വിത്തുകളും ഇലകളും നീക്കുകയുമാണ് ഈ മെഷീൻ ചെയ്യുന്നത്. ഇത് ധാരാളം പൊടി പറക്കുന്ന ഒരു ജോലിയാണെങ്കിലും അവസാനം ഏകദേശം 200 കിലോ തൂക്കമുള്ള ശുദ്ധീകരിച്ച പരുത്തി ബേലുകൾ ലഭിക്കും. ഇതിൽ നിന്ന് 325 ജീൻസ് നിർമ്മിക്കാൻ ആവശ്യമായ ഫൈബർ ലഭിക്കും. എന്നാൽ ആദ്യം പരുത്തി ഡെനിം ഫാബ്രിക് ആക്കി മാറ്റണം. ഇത് തെക്കൻ മെക്സിക്കൻ സംസ്ഥാനമായ പുബ്ലയിലെ അന്ന മാട്ടെ ഫാക്ടറിയിലാണ് നടക്കുന്നത്. എത്തുന്ന ബേലുകൾ ഓരോന്നും ചെറിയ രീതിയിൽ വ്യത്യസ്തമായിരിക്കും. ഒരേ തരം നൂൽ ലഭിക്കുന്നതിന് ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കോട്ടൺ മിക്സ് ചെയ്യണം. ബ്ലോയിങ് റൂമിലാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാൽ ഫൈബറുകൾ ഇപ്പോഴും കാഴ്ചയിൽ ത്രെഡിനെ പോലെ തോന്നില്ല. അതിനാൽ കാർഡിംഗ് എന്ന് വിളിക്കുന്ന അടുത്ത പ്രക്രിയ ചെയ്യുന്നു. ഒരു വെബ് രൂപപ്പെടുന്നതുവരെ പരുത്തിയെ വലിക്കുകയും വേർതിരിക്കുകയും ചെയ്തുകൊണ്ട് നാരുകൾ അഴിക്കുന്ന പ്രക്രിയയാണിത്. അടുത്തതായി ഫൈബറുകൾ ഒരുമിച്ച് നീട്ടി ഒരു കട്ടിയുള്ള സ്ട്രാൻഡ് രൂപപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് നീങ്ങും. പിന്നീടാണ് സ്പിന്നിംഗ്. ഈ സ്റ്റേഷനുകളിൽ ഓരോന്നിലും കോട്ടൺ ടേപ്പുകൾ വലിയ വേഗതയിൽ മിനിറ്റിൽ 1,20,000 പ്രാവശ്യം കെട്ടിയെടുക്കുകയും ചുറ്റുകയും ചെയ്യുന്നു. ഈ ഭീമൻ സ്പൂളുകളിൽ ഇപ്പോൾ നമുക്ക് പരിചിതമായ കോട്ടൺ നൂലിന്റെ രൂപം കിട്ടാൻ തുടങ്ങും. എന്നാൽ ജീൻസ് നീല നിറമാകണമെങ്കിൽ കോട്ടണിൽ ആദ്യം നിറം ചേർക്കണം. മിക്ക ജീൻസുകളിലും ഇൻഡിഗോ ബ്ലൂ നിറമാണ് ചേർക്കുന്നത്. തുണികളിൽ നിറം കൊടുക്കുന്നതിനായി പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഇൻഡിഗോ ഉണ്ടാക്കുന്നത് ഇൻഡിഗോ ചെടിയിൽ നിന്നാണ്. ഇൻഡിഗോ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ നീല നിറമായി മാറുന്നു. കോട്ടൺ നൂൽ ഇരുണ്ട നീല നിറമാകുന്നതുവരെ നൂലുകൾ പലതവണ ഡൈയിൽ മുക്കുന്നു. നൂൽ കട്ടിയാക്കാൻ കോൺ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നു. ഡ്രയറിലൂടെ കടത്തിവിടുന്നതോടെ കോട്ടൺ ഉപയോഗിക്കാൻ തയ്യാറായിരിക്കും. കോട്ടൺ ലൂമിലേക്ക് കടത്തിവിട്ട് ഓരോ 3 നീല നൂലിനിടയിലും ഒരു വെളുത്ത നൂൽ എന്ന തരത്തിൽ കലർത്തുന്നു. വാർപ്പ് എന്ന് വിളിക്കുന്ന നീല നൂൽ ലൂമിലൂടെ മുകളിലോട്ടും താഴോട്ടും, അതുപോലെ വെഫ്റ്റ് എന്ന് വിളിക്കുന്ന വെളുത്ത നൂൽ മുന്നോട്ടും പിന്നോട്ടും നെയ്ത് ഡെനിം പാറ്റേൺ രൂപപ്പെടുത്തുന്നു. ഈ ലൂമുകളിൽ ഓരോന്നും ആഴ്ചയിൽ 3000 മീറ്റർ ഡെനിം ഉൽപ്പാദിപ്പിക്കുന്നു. ഫാബ്രിക് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റൈൽ ഫാക്ടറിയിലേക്ക് അയക്കുന്നു. ഫാബ്രിക് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് എല്ലാ ഷേപ്പുകളും ആദ്യം കമ്പ്യൂട്ടറിലാണ് ട്രേസ് ചെയ്യുന്നത്. അതിനുശേഷം പാറ്റേൺ കട്ടർമാർക്ക് മുറിച്ചെടുക്കാൻ പാകത്തിൽ വലിയ പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്നു. മെറ്റീരിയൽ അധികം പാഴായി പോകുന്നില്ലെന്ന് ഓപ്പറേറ്റർ ഉറപ്പാക്കും. പാറ്റേണുകൾ പൂർത്തിയാകുമ്പോൾ അത് മുറിച്ചെടുക്കുന്നു. 450 മീറ്റർ ഫാബ്രിക് അടങ്ങിയതാണ് ഒരു വലിയ റീൽ. ഒരു റീലിൽ നിന്ന് 350 പാറ്റേണുകൾ മുറിച്ചെടുക്കാൻ സാധിക്കും. നീളമുള്ള ഈ മേശയിൽ മെറ്റീരിയൽ പല പാളികളായി വിരിച്ചിടുന്നു. അടുത്തതായി ഡെനിമിൽ ഡിസൈൻ വരയ്ക്കുന്നു. അതിനുശേഷം അത് ഓട്ടോമാറ്റിക് കട്ടിംഗ് മെഷീനുകളിലേക്കാണ് പോകുന്നത്. ഈ മെഷീനുകൾ ഫാബ്രിക് വേസ്റ്റ് കുറച്ച് മെറ്റീരിയൽ പരമാവധി ഉപയോഗപ്പെടുത്തി കട്ട് ചെയ്തെടുക്കും. 150 മുതൽ 200 ഡെനിം പാളികൾ വരെ ഒരേ സമയം മുറിക്കാൻ കഴിയുന്നത്ര മൂർച്ചയുള്ളതാണ് ഇതിന്റെ ബ്ലേഡ്. കൂടുതൽ പാളികൾ ഇട്ട് കുറേയധികം കഷ്ണങ്ങൾ ഒറ്റയടിക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. ചെറിയ കഷ്ണങ്ങൾ ഡൈ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് മുറിക്കുന്നത്. ഇത്
കട്ടിംഗ് ഡൈ ഉപയോഗിച്ച് പോക്കറ്റുകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. 100 പാളികൾ ഒരുമിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറിയ തെറ്റുപോലും വലിയ നഷ്ടമായി വരാം. ഒരു പെയർ ജീൻസ് നിർമ്മിക്കാൻ 15 മിനിറ്റാണ് എടുക്കുന്നത്. ഓരോ ജോഡിക്കും 1.6 മീറ്റർ ഡെനിം, 100 കണക്കിന് മീറ്റർ നൂൽ, 6 റിവിറ്റുകൾ, ഒരു സിപ്പർ അല്ലെങ്കിൽ 5 ബട്ടണുകൾ എന്നിവ ആവശ്യമാണ്. മുറിച്ചെടുത്ത ഡെനിം തുന്നുന്ന മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഏകദേശം 300 പേർ ഒരു ദിവസം 6000 ജീൻസ് വരെ തുന്നുന്നു. ഇവരിൽ ചിലർ സിപ്പറുകൾ മാത്രം തുന്നുന്നു, ചിലർ പോക്കറ്റുകളിൽ ശ്രദ്ധിക്കുന്നു, മറ്റുള്ളവർ ഇൻസീമുകൾ മാത്രം തുന്നുന്നു. ഇങ്ങനെ ഓരോരുത്തരും വസ്ത്രത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഈ മെഷീൻ പോക്കറ്റ് ഡിസൈനുകൾക്ക് എംബ്രോയിഡറി ചെയ്യുന്നു. അതിന്റെ സൂചികൾ ഒരു മിനിറ്റിൽ 2500 സ്റ്റിച്ചുകൾ വേഗത്തിലാണ് നീങ്ങുന്നത്. അത് 10 കിലോമീറ്ററിലധികം ഡെനിമും 750 കിലോമീറ്റർ നൂലും ഉപയോഗിക്കുന്നു. പുറം തുന്നലുകൾ കാണാതിരിക്കുന്നതിന് 2 അറ്റങ്ങളും മടക്കി അകത്തുനിന്ന് തുന്നുന്നു. ഏകദേശം 25 പേർ വീതം പ്രവർത്തിക്കുന്ന സ്റ്റേഷനുകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓരോ ജോഡി ജീൻസും നീങ്ങുന്നു. തുന്നിയതിനു ശേഷം ജീൻസ് നിർമ്മാണത്തിൽ താരതമ്യേന ഒരു പുതിയ രീതിയായ ലേസർ മെഷീനിലൂടെ കടത്തിവിടുന്നു. ലേസർ തീവ്രതയും പാറ്റേണും നിയന്ത്രിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഈ സാങ്കേതിക വിദ്യ വെള്ളം ഉപയോഗം കുറയ്ക്കുന്നു. ജീനുകൾക്ക് പഴയതുപോലുള്ള രൂപം നൽകാനുള്ള പുതിയ രീതിയാണ് ലേസർ ട്രീറ്റ്മെന്റ്. ലേസറിന് കെമിക്കൽ പ്രക്രിയയുടെ ഭാഗങ്ങൾ നീക്കാൻ കഴിയും. ഇത് പരിസ്ഥിതി സൗഹൃദമായ നിർമ്മാണത്തിന് സഹായകരമാണ്. ലേസർ ഡെനിമിനെ നിറം മങ്ങിയതാക്കുകയോ ബേൺ ചെയ്ത് ദ്വാരങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും. ഏതാണ്ട് ഏത് ഡിസൈനിലും ബേൺ ചെയ്യാം എന്നതിനാൽ കലാത്മകമായ സാധ്യതകളും ഈ സാങ്കേതിക വിദ്യക്കുണ്ട്. ഈ മെഷീൻ വെറും 60 മിനിറ്റിനുള്ളിൽ ജീൻസിനെ കഴിഞ്ഞ 5 വർഷമായി ഒരു മൈനിൽ വലിച്ചിഴക്കപ്പെട്ടതുപോലുള്ള രൂപത്തിലേക്ക് മാറ്റും. തൊഴിലാളികൾ അവയെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കുന്നു. എല്ലാം കൈകൊണ്ട് ചെയ്യുന്നതിനാൽ ഓരോ ജോഡിയും യുണീക്ക് ആയിരിക്കും. ജീൻസുകൾക്ക് അവയുടെ രൂപം നൽകുന്നത് ഈ ട്രീറ്റ്മെന്റ്സ് ആണ്. എല്ലാ പ്രക്രിയകളും ജീൻസിനെ വർഷങ്ങളായി ധരിച്ചതുപോലെ തോന്നിപ്പിക്കാൻ സഹായിക്കുന്നു. അറ്റങ്ങൾ പഴയതുപോലെ കാണിക്കാൻ ചിലപ്പോൾ പോളിഷ് ചെയ്യും. ചില സ്റ്റൈലുകൾക്ക് കീറലും ദ്വാരങ്ങളും ഉണ്ടാക്കുന്നതിന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. തുടർന്ന് ദ്വാരങ്ങൾ പാച്ച് ചെയ്ത് റിപ്പയർ ചെയ്ത പോലെ തോന്നിപ്പിക്കുന്നു. ഇതാണ് ജീൻസ് നിർമ്മാണത്തിന്റെ ഏറ്റവും ചെലവേറിയ ഭാഗം. വരകൾ സ്വാഭാവിക ചുളിവുകളായി തോന്നത്തക്ക വിധം ശരിയായ സ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ സമയമെടുക്കും. വർഷങ്ങളായി ധരിച്ചതുപോലുള്ള ക്ലാസിക് ലുക്ക് തോന്നിപ്പിക്കാനുള്ള അടുത്ത ഘട്ടം കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ചില ഭാഗങ്ങളിൽ ഡെനിം കുറെ കൂടി മങ്ങിയതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലീച്ചിംഗ് പ്രക്രിയയാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് തളിക്കുന്നത്. സ്പ്രേ ട്രാൻസ്പെറന്റ് ആയതിനാൽ ഏത് ഭാഗങ്ങളിൽ തളിക്കുന്നു എന്ന് ജീവനക്കാർക്ക് കാണാൻ ഒരു പേർപ്പിൾ ഡൈ കൂടി ചേർക്കും. ജീൻസ് കഴുകുമ്പോൾ പേർപ്പിൾ നിറം ഇല്ലാതാക്കുകയും പാൻസ് മങ്ങിയതാവുകയും ചെയ്യും. പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ഭാഗങ്ങളിൽ ഒന്നാണ് ജീൻസ് കഴുകുന്നത്. ഏറ്റവും സാധാരണമായി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് സ്റ്റോൺ വാഷിംഗ്. ജീൻസ് പഴയതായി തോന്നിക്കുന്നതിന് കല്ലുകൾ ഉപയോഗിച്ച് കഴുകുന്നു. കല്ലുകൾ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത് പാന്റിന്റെ ഫ്ലെക്സിബിലിറ്റിയും മൃദുത്വവും വർദ്ധിപ്പിക്കുന്നു. സ്റ്റോൺ വാഷിങ്ങിന് പകരം ഓസോൺ ട്രീറ്റ്മെന്റും ഉപയോഗിക്കുന്നുണ്ട്. ഇടിമിന്നലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്വാഭാവിക വാതകമാണ് ഓസോൺ. ഇൻഡിഗോ ബ്ലൂ ഓസോണിന് എക്സ്പോസ് ചെയ്യുമ്പോൾ ഡെനിം മങ്ങിയതാവും. ഇത് സ്റ്റോൺ വാഷിങ്ങിന്റെ പോലുള്ള ഇഫക്റ്റ് നൽകുന്നു, പക്ഷേ വെള്ളം ഉപയോഗിക്കാതെ ആയിരിക്കും എന്ന് മാത്രം. പ്രക്രിയയിലെ അവസാന ഘട്ടങ്ങളിൽ ഒന്നാണ് പാന്റുകളുടെ ഫിനിഷിംഗ്. ജീൻസ് ഇസ്തിരിയിടുന്നതും ബട്ടണുകൾ ഘടിപ്പിക്കുന്നതും ലേബലുകൾ ചേർക്കുന്നതും ഈ ഘട്ടത്തിലാണ്. ഷിപ്പിംഗിന് മുമ്പുള്ള അവസാന ഘട്ടം ഗുണനിലവാര പരിശോധനയാണ്. തുടർന്ന് ജീൻസ് പാക്ക് ചെയ്യുകയും സ്റ്റോറുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താല്പര്യമുള്ള മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മാത്രമല്ല, തുടർന്നും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓണാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ടാട്ടോ. കൂടാതെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നന്ദി.